ഹായ് ഫ്രണ്ട്സ്, UKG സെക്കൻഡ് ടൈം ക്രിസ്മസ് എക്സാമിൻ്റെ ഒരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ചെയ്തു നോക്കാം. ടോട്ടൽ മാർക്ക് വരുന്നത് 50ലാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ്. ബ്രാക്കറ്റിൽ കോൾഡ്, ഹോട്ട്, സ്മോള്, ബിഗ് എന്നിവ തന്നിട്ടുണ്ട്. 4 എണ്ണത്തിന് 2 മാർക്ക് വീതം 8 മാർക്കാണ്. ദ ടീ ഈസ് വെരി ഡാഷ്. ടീ എന്ന് പറയുന്നത് ചൂടുള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? ഹോട്ട് എന്ന് എഴുതണം. ദ ടീ ഈസ് വെരി ഹോട്ട്. നെക്സ്റ്റ്, ഐസ്ക്രീം ഈസ് വെരി കോൾഡ്. തണുപ്പാണ് അല്ലേ? അപ്പം നമ്മൾ എന്ത് എഴുതണം? കോൾഡ് എന്ന് എഴുതണം. ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതിയാൽ മതി. മൂന്നാമത്തെ, വാട്ടർ മെലൺ ഈസ് എ ഡാഷ് ഫ്രൂട്ട്. വാട്ടർ മെലൺ ബിഗ് ആണോ സ്മോൾ ഫ്രൂട്ടാണോ? ബിഗ് അല്ലേ? അപ്പം നമ്മളിവിടെ ബിഗ് എന്ന് എഴുതണം. സ്ട്രോബെറി ഈസ് എ ഡാഷ് ഫ്രൂട്ട്. സ്ട്രോബെറി ബിഗ് ഫ്രൂട്ടാണോ സ്മോൾ ഫ്രൂട്ടാണോ? സ്മോൾ. സ്മോൾ ഇവിടെ തന്നിട്ടുണ്ട്, അപ്പോൾ നമ്മൾ ആ സ്മോള് ഇവിടെ എടുത്ത് എഴുതണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് ബ്രാക്കറ്റിൽ ഹി, ഹിസ്, ഷീ, ഹെർ എന്നിവ തന്നിട്ടുണ്ട്. 8 മാർക്കാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദിസ് ഈസ് അരുൺ. ഇവിടെ ഒരു ബോയുടെ പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ? ദിസ് ഈസ് അരുൺ. ഇവിടെ നിന്ന് നമ്മൾ ഏതെഴുതണം? ബോയ് ആയതുകൊണ്ട് ഹി എന്നെഴുതണം. ഹി ഈസ് എ യങ് ബോയ്. ഇറ്റ് ഈസ് അവൻ്റെ സൈക്കിൾ എന്ന് എന്തെഴുതുക? ഹി ഇവിടെ തന്നിട്ടുണ്ട്, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിരിക്കും? ഹിസ്. ഹിയുടെ കൂടെ നമ്മൾ എന്താ എഴുതുക? ഹിസ്. ഇറ്റ് ഈസ് ഹിസ് ബൈസിക്കിൾ. UKG കുട്ടികളായതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഗ്രാമറിലേക്ക് പോകേണ്ട, അവർക്ക് ജസ്റ്റ് അത് മനസ്സിലാക്കിയാൽ മതിയായിരിക്കും. ഹീയും ഹിസ്സും യൂസ് ചെയ്യുന്നതും ഷീയും ഹെറും യൂസ് ചെയ്യുന്നതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അവർക്കൊന്ന് മനസ്സിലാക്കി കൊടുത്താൽ മതി. ദിസ് ഈസ് രേണു. ഇവിടെ ഒരു ടീച്ചറുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ ഗേളാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്തെഴുതണം? ഷീ ഈസ് എ ടീച്ചർ. ഇനി ടീച്ചറുടെ കയ്യിൽ എന്താ? ബുക്ക് ഉണ്ട് അല്ലേ? അപ്പോൾ ഇറ്റ് ഈസ് ഹെർ ബുക്ക്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ് ഇൻ, ഓൺ, അണ്ടർ. 3 എണ്ണത്തിന് 2 മാർക്ക് വീതം 6 മാർക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വെജിറ്റബിൾസ് ഡാഷ് ദ ബാസ്ക്കറ്റ്. ഒരു ബാസ്ക്കറ്റിൻ്റെ ഉള്ളിൽ വെജിറ്റബിൾസ് കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ ഉള്ളിൽ എന്നർത്ഥം വരുന്നത് ഏതാണ്? ഇൻ നമ്മൾ ഇവിടെ എടുത്ത് എഴുതണം. ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന ഇൻ നമ്മൾ ഇവിടെ എഴുതണം. എ പപ്പ് ഡാഷ് ദ ടേബിൾ. പട്ടിക്കുട്ടി എന്താണ്? ടേബിളിൻ്റെ അടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അടിയിൽ എന്നർത്ഥം വരുന്നത് ഏതാണ്? ബ്രാക്കറ്റിൽ നോക്കിയേ, ഇൻ, ഓൺ, അണ്ടർ. അതിലേതാണ്? അണ്ടർ. അണ്ടർ എന്ന് നമ്മൾ ഇവിടെ എടുത്ത് എഴുതണം. തേർഡ് ക്വസ്റ്റ്യൻ, എ പില്ലോ ഡാഷ് ദ ബെഡ്. ബെഡിൻ്റെ മുകളിലാണ് പില്ലോ ഇരിക്കുന്നത്. മുകളിൽ എന്നർത്ഥം വരുന്നത് ഏതാണ്? ഓൺ. അതുകൊണ്ട് ഓൺ നമ്മൾ ഇവിടെ എഴുതണം. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റിസൈറ്റ് എ ഫേവറേറ്റ് റെയിം. 5 മാർക്കാണ്. ക്ലാസ്സിൽ പഠിപ്പിച്ച് ഏതെങ്കിലും ഇംഗ്ലീഷ് സോങ് പാടണം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് പാർട്ട് 1, 1 തൊട്ട് 4 വരെയുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. ബാലൻസ് 5 തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.